സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വിസി നിയമനത്തിൽ സർക്കാരിന്റെ മിന്നൽ നീക്കം. രാജ്ഭവന് സർക്കാർ പട്ടിക സമർപ്പിച്ചു. 3 അംഗ പാനലാണ് നൽകിയത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. വിവരങ്ങളുമായി ഹാൻസ് ഡോൺ ആണ് ചേരുന്നത്. ഹാൻസ്, എന്തായാലും സർക്കാർ അതിവേഗം തന്നെ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ്, നടപടി ഉണ്ടായിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതെങ്ങനെയാണ് രാജ്ഭവനെ പ്രതിരോധത്തിലാക്കുന്നത്, ഗവർണറെ പ്രതിരോധത്തിലാക്കുന്നത്? സ്വാതി, ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് രാജ്ഭവൻ പോകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരത്തിൽ അതിവേഗം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മുൻ ഗവർണറായിട്ടുള്ള ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിയമനത്തെ തള്ളി ഡിജിറ്റൽ സർവകലാശാലയും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലും താൽക്കാലികമായി VCയെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടിരുന്നു. അത് നിയമവിരുദ്ധമായിരുന്നു. ഈ നിയമനം നിയമവിരുദ്ധമാണെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിനോടൊപ്പം തന്നെ അടിയന്തരമായി ഈ 2 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരെ നിയമിക്കാനും കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് 3 അംഗ പാനൽ നൽകിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് 3 അംഗ പാനലിനും അതോടൊപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലേക്കും 3 അംഗ പാനലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡോക്ടർ ജയപ്രകാശ്, ഡോക്ടർ പ്രവീൺ, ഡോക്ടർ നജീം ഇവർ 3 പേരുമാണ് സാങ്കേതിക സർവകലാശാലയിലെ പാനലിൽ ഇടം നേടിയിരിക്കുന്നത്. ഡിജിറ്റൽ സർവകലാശാല പാനലിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ സാങ്കേതിക സർവകലാശാലയിൽ ഇവർ 3 പേരുമാണ് അടുത്ത വൈസ് ചാൻസലർ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളത് ചോദ്യം ചിഹ്നം തന്നെയാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് രാജ്ഭവൻ പോകാനൊരുങ്ങുന്നു. അതിൻ്റെ ഒരു നിയമ നടപടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ അതിവേഗം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഗവർണർ ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടിയെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് മലയാളം സർവകലാശാലയിലും അതിനോടൊപ്പം തന്നെ കുഫോസിലും ഇത്തരത്തിൽ വൈസ് ചാൻസലർ പട്ടിക നൽകിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരാളെ നിയമിച്ചുകൊണ്ട് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉത്തരവുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനിയിപ്പോൾ കോടതിയിലേക്ക് പോകുന്നില്ല എങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെയോ അതിവേഗമായി തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വാതി. ശരി ഹാൻസ്, സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC നിയമനത്തിൽ സർക്കാരിന്റെ മിന്നൽ നീക്കം. രാജ്ഭവന് സർക്കാർ പട്ടിക സമർപ്പിച്ചു. 3 അംഗ പാനലാണ് നൽകിയത്. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ നീക്കം.